അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്തിട്ടുള്ള 12 നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള 12 നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ നാരങ്ങ എടുക്കുന്ന സമയത്ത് നല്ലോണം പഴുത്ത നാരങ്ങ നോക്കി എടുക്കാം. പച്ച നാരങ്ങ എടുക്കരുത്, അതുപോലെ തന്നെ വാടിയ നാരങ്ങയും എടുക്കരുത്. അപ്പോൾ ആ നാരങ്ങയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു കോട്ടൺ ടവലും ഉണ്ട്, ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് ഈ നാരങ്ങ ഒന്ന് കട്ട് ചെയ്യാം. ഇനി തുടച്ച് വൃത്തിയാക്കി എടുത്ത ഒരു നാരങ്ങ എടുക്കുക, ഇങ്ങനെ രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്യാം. ഒരു നാരങ്ങ 8 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി കട്ട് ചെയ്തെടുത്ത പകുതി നാരങ്ങ വീണ്ടും നമുക്ക് 4ആയിട്ട് കട്ട് ചെയ്യണം. ആദ്യം ഇത് 2ആയിട്ട് കട്ട് ചെയ്യാം, വീണ്ടും ഒന്നുകൂടി കട്ട് ചെയ്യാം. 4 കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ 8 കഷ്ണങ്ങളായിട്ട് ഒരു നാരങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിലുള്ള ഈ കുരുവെല്ലാം നമുക്ക് മാറ്റണം. എല്ലാ കുരുവും ഇതുപോലെ തന്നെ മാറ്റുക. അപ്പോൾ ഓരോ ചെറുനാരങ്ങയും 8 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കുരുവെല്ലാം മാറ്റി ഇതായി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത നാരങ്ങ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയ ജാർ എടുക്കരുത്, ചെറിയ ജാറിൽ തന്നെ ഈ നാരങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോവരുത്. ചെറിയ തരിതരിപ്പോട് കൂടി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നാരങ്ങ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് അരഞ്ഞു പോവാത്ത രീതിയിൽ ചെറിയ ചെറിയ കഷ്ണത്തോടു കൂടി അരച്ചെടുക്കുക. നമ്മൾ ഒരുമിച്ചിട്ടല്ല അരയ്ക്കുന്നത്, 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാരങ്ങയിൽ നിന്നുള്ള നീര് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഇറങ്ങി വരും. അപ്പോൾ വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കുക. അപ്പം നമ്മളെടുത്ത 12 ചെറുനാരങ്ങയും അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലൊരു കയ്പ്പ് രസം ഉണ്ടാവും. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് ഈന്തപ്പഴമാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ 20 ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടെ വലിപ്പമുള്ള ഈന്തപ്പഴമാണെന്നുണ്ടെങ്കിൽ ഒരു 12 എടുത്താൽ മതിയാകും. ഇനി ഈന്തപ്പഴത്തിന്റെ കുരുവെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഈന്തപ്പഴത്തിന്റെ കുരുവെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഈന്തപ്പഴവും നമ്മൾ നാരങ്ങ അരച്ചെടുത്തതുപോലെ വെള്ളം ചേർക്കാതെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരച്ചെടുക്കും. അപ്പോൾ ഈന്തപ്പഴവും ചെറിയ രീതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം അടിച്ചെടുക്കാൻ. അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരേ സ്പീഡിലിട്ട് അരയ്ക്കരുത്. പൾസ് ചെയ്ത് അരച്ചെടുക്കുക. നമ്മൾ അരച്ചെടുത്ത നാരങ്ങ ഒരു പാനിലേക്ക് മാറ്റാം. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അളവ് കപ്പിൽ അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 250 ml കപ്പിന് 2 കപ്പ് അരച്ചെടുത്ത നാരങ്ങയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. നാരങ്ങയിലുള്ള ഈർപ്പൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നാരങ്ങയിലുള്ള ആ വെള്ളമയമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമയം ഇല്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈന്തപ്പഴം എടുത്തത് കൊണ്ട് 1.5 കപ്പ് ശർക്കരയാണ് എടുക്കുന്നത്. ഏത് കപ്പിലാണോ നമ്മൾ നാരങ്ങ അരച്ചെടുത്ത് അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിന്റെ അളവിൽ തന്നെ 1.5 കപ്പ് ശർക്കരയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കല്ലും മണ്ണും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് നേരിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കല്ലും മണ്ണും അഴുക്കൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ച് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ശർക്കര ചേർക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ലൂസായി വരും. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും, ഒരു താമസവുമില്ല. എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ ശർക്കര എല്ലാം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ അരച്ചെടുത്ത ഈന്തപ്പഴം ഒരു 1/2 കപ്പാണ് നമ്മൾ അരച്ചെടുത്തിട്ട് കിട്ടുന്നത്. 1/2 കപ്പ് അതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈന്തപ്പഴം ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് ഞാൻ 1.5 കപ്പ് ശർക്കര എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ മധുരവും കൂടെ കിട്ടും. കുറച്ചും കൂടെ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈന്തപ്പഴം അരച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുക്കുക. അവരവരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം.
ഇത് എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ള ഒരു സ്വീറ്റ് ആണ്. അപ്പൊ ഇത് എന്തിന്റെ കൂടെയും കഴിക്കാവുന്നതാണ്. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിൽ നമ്മൾ എണ്ണയോ നെയ്യോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ഞാനെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയപ്പോൾ കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഇനി 1-2 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ച് എല്ലാം ഒന്ന് മുളക് പൊടിയുടെ ആ ഒരു പച്ചച്ചുവൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റായി. ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു മണം വരുന്നുണ്ട്. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. കറക്റ്റ് പാകത്തിലുള്ള മധുരമാണ്. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, ദോശ, ചോറ് അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല പഴുത്ത നാരങ്ങ നോക്കി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്ത് വരുമ്പോൾ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. പിന്നെ ഇത് ഇരിക്കും തോറും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പുറത്ത് നമുക്ക് 2 ആഴ്ച വരെയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇത് നമ്മൾ വിനാഗിരി ഒന്നും ചേർത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പുറത്ത് നമ്മൾ ഈർപ്പമൊന്നും ഇല്ലാത്ത ഗ്ലാസ് ജാറിലിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ച വരെ നമുക്ക് പുറത്ത് സൂക്ഷിച്ച് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ 3 മാസം വരെയൊക്കെ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ ചെറുനാരങ്ങയും ഈന്തപ്പഴവും വെച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്